സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നുള്ളൊരു ചോദ്യമാണ് എന്താ കഴിക്കാനുള്ളത് എന്ന്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് മനസ്സിനൊരു സമാധാനം. ഞാൻ വല്യമ്മ ഉണ്ടാക്കി തരുന്ന ഓരോ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യണ പോലെ വലുതാവുമ്പോൾ അവർക്കും ഷെയർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കണ ഇത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണും നെയ്യും ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല ലൂസായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മളെ ചപ്പാത്തിക്കും ഇതിനൊക്കെ കുഴക്കണക്കാടി നല്ല ലൂസായിട്ടാട്ടോ കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാൻ ചോറ് ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നത് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് ഏകദേശം ഒരു 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒരു 3-4 വിസിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഉണ്ടാവരുത് കടലപ്പരിപ്പിൽ. അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഈ കയ്യിൽ വെച്ചിട്ട് എന്തായാലും വെച്ചിട്ട് പിന്നെ ഒരു 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉരുക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉരുക്കിയ ശർക്കരയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉടച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് പിരിഞ്ഞ് ലൂസാകണ മാതിരിയൊക്കെ ഉണ്ടാവും. പിന്നെ പോവെ അത് ശരിയായിക്കോളൂ കേട്ടോ. പിന്നെ ഒന്ന് ചൂടാറി വരുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു പക്വത്തിൽ ഇത് വരും കേട്ടോ. ഞാൻ കടലപ്പരിപ്പ് കുറച്ചൊക്കെ ഇടയിൽ കടിക്കണ മാതിരിയാട്ടോ വെച്ചിട്ടുള്ളത്. മാവും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു പലയിലോ അല്ലെങ്കിൽ ഇലയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഫില്ലിങ്സ് ഉള്ളിൽ വെച്ചിട്ട് മാവിൻ്റെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവൂലേ. ഇതേപോലെ തന്നെ നമുക്ക് കല്ലിലും ചെയ്തെടുക്കാം. മാവ് ഫില്ല് ചെയ്ത ശേഷം ഇതേപോലെ കല്ലിലിട്ടിട്ട് ഡയറക്റ്റായിട്ട് ഇതേപോലെ പരത്തി കൊടുക്കട്ടെ. നമ്മൾ ഈ പരത്തണ സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് പരത്തി കൊടുത്താൽ വേഗം പരന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത നമ്മളെ അടിപൊളിയായിട്ടുള്ള പൂരണ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.